മഴക്കാലം രോഗങ്ങളുടെയും കാലമാണ്. ശ്രദ്ധിക്കേണ്ട കാലം. മഴക്കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആരെയാ? കുട്ടികൾക്ക് പെട്ടെന്ന് പകർച്ചവ്യാധികൾ പിടിപെടും. അതുകൊണ്ട് തന്നെ ആ സാധ്യത മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് സാധ്യതകൾ, രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? മഴക്കാലത്ത് രോഗങ്ങളെ ചെറുക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. മഴക്കാലത്ത് നമുക്കറിയാം, മഴയെന്ന് പറയുമ്പോൾ വെള്ളത്തിലൂടെയുള്ള രോഗങ്ങൾ അത് പകരാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. മലിനമായ ജലം, ഭക്ഷണം, ഇതൊക്കെ മഞ്ഞപ്പിത്തം, വയറിളക്കം, അതുപോലെ തന്നെ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുട്ടികൾക്ക് കുടിക്കാൻ നൽകുക. തൽക്കാലത്തേക്ക് തണുത്ത വെള്ളത്തിന് ഒക്കെ ഒരു വിട പറയുന്നതാണ് കുഞ്ഞുങ്ങളുടെ കരുതലിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടേണ്ടതും ഇതേ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. കടകളിൽ നിന്നുള്ള വെള്ളം, ജ്യൂസ്, അതൊക്കെ ഈ മഴക്കാലത്ത് തൽക്കാലം അങ്ങ് ഒഴിവാക്കിയേക്ക്. കുട്ടികൾക്ക് തണുത്ത വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കുകയേ ചെയ്യേണ്ട. മഴയുടെ തണുപ്പിനൊപ്പം തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും കൂടി ഉള്ളിൽ ചെന്നാൽ ഫാരൻജൈറ്റിസ് പോലെയുള്ള തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ജലദോഷം, ഇതൊക്കെ വരാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് വീട്ടിലുള്ളതെങ്കിൽ ഒരു കാരണവശാലും തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കരുത്. കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഈ തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അത് കൊടുക്കരുത്. ഈച്ചയൊക്കെ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്കറിയാമല്ലോ. മഴക്കാലത്ത് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണവും പരമാവധി ഒഴിവാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാവുന്ന രീതിയിൽ ചൂടോടെ ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ കൈ നന്നായി കഴുകണം. കൈ നന്നായി കഴുകിയതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക എന്ന ശീലം അത് കുട്ടികളെ ഈ മഴക്കാലത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേക്കൂ. ചെറിയ കുട്ടികളൊക്കെ മലിനമായ വസ്തുക്കളിലൊക്കെ പോയി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാരം കൊടുക്കുന്നതിന് മുൻപ് സോപ്പിട്ട് നന്നായി കൈ കഴുകിക്കണം. നമ്മളാണ് വാരി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നല്ലതുപോലെ കൈ കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ. മഴക്കാലത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ മാത്രമേ കുട്ടികളെ കുളിപ്പിക്കാവൂ. മഴ നനഞ്ഞ് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ വന്നേക്കും. കുട കൊടുത്തു വിട്ടാലും റെയിൻകോട്ട് ഉണ്ടെങ്കിലും മഴ നനഞ്ഞൊക്കെ സ്കൂളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അവരെ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് തല നന്നായി തോർത്തി കൊടുക്കുക. ശരീരത്തിലെ നനവൊക്കെ നന്നായി ഒപ്പിയെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണമാണ്. കുറച്ച് നനവേ ഉള്ളൂ, മഴയായതുകൊണ്ട് ശരിക്കങ്ങോട്ട് ഉണങ്ങിയില്ല എന്നൊക്കെ കരുതി ഈ നനഞ്ഞതോ അല്ലെങ്കിൽ നനഞ്ഞ് ഇറുകിയതുമായ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാനേ പോകരുത്. വൃത്തിയുള്ള ഉണങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. സോക്സ്, ഷൂ, ഇതൊക്കെ ധരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ ഡയപ്പർ ഈ മഴക്കാലത്ത് കൃത്യമായി മാറ്റാൻ തന്നെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കളിക്കാൻ വലിയ താല്പര്യമായിരിക്കും. മലിനജലത്തിൽ കളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകം തന്നെ പകർച്ചവ്യാധികൾ പലതും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ച് കൂടുതൽ നമുക്ക് അവരുടെ സുരക്ഷയിൽ കുറച്ചുകൂടി കരുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ മഴക്കാലം സാംക്രമിക രോഗങ്ങളോ മറ്റ് അസുഖങ്ങളോ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെ.